ടി വി പ്രസാദ്, തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നത് വളരെ നിർണായകമാണ് ഈ കേസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവരിൽ പലരുമുണ്ട്. അതിൽ ഈ തന്ത്രിമാരുണ്ടോ എന്നുള്ളതാണ് SET ഇപ്പോൾ പരിശോധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ പലയിടങ്ങളിലും പോയി പൂജകൾ നടത്തിയിട്ടുണ്ട് ഇതിൽ തന്ത്രിമാർ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോദം ജുവലറിയിൽ അടക്കം ചില പൂജകൾ നടത്തിയത് മഹേഷ് മോഹൻ്റെ കണ്ഠരരാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റു പലയിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു ബന്ധം മാത്രമേ ഉള്ളൂ, ഇതിലും കഴിഞ്ഞ എന്തെങ്കിലും ഇടപാടുകളോ ബന്ധങ്ങളോ ഉണ്ടോ എന്നൊക്കെ SET പരിശോധിക്കുമല്ലോ. ഇപ്പോൾ വാജിവാഹനം തിരികെ ഏൽപ്പിക്കാമെന്ന് തന്ത്രി രാജീവ് കണ്ഠരർ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തിരിച്ചെടുക്കാമെന്നതാണ് നേരത്തെ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്ന നിലപാട്. അപ്പോൾ ഈ വാജിവാഹനത്തെക്കുറിച്ചും ഒക്കെ അന്വേഷണം ഉണ്ടാകുമോ ടി വി പ്രസാദ്? അരുൺ, ആ രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഹരി പറഞ്ഞതാണ് അതിന്റെ വാസ്തവം. മറ്റൊരു ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് തന്ത്രിമാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ശബരിമലയിലെ മുൻ തന്ത്രിയാണ് ശബരിമലയിലെ കണ്ഠരര് മോഹനര്. നമുക്കറിയാവുന്നതുപോലെ അവിടെ നേരത്തെ ശോഭാ ജോൺ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് വന്നു. പിന്നീട് ശബരിമലയിലെ താന്ത്രിക നടപടികളിൽ നിന്ന് പൂർണ്ണമായി മോഹനരെ മാറ്റി നിർത്തുകയായിരുന്നു. അതിനുശേഷം തന്ത്രി കണ്ഠരര് രാജീവരുടെ രണ്ട് മക്കൾ എന്നുള്ളതാണ്. ഒരു മകൻ, അതുപോലെ കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനര്. ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ ചെയ്തു പോരുന്നത്. നിലവിൽ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം അത് ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ അരുൺ സൂചിപ്പിച്ച വാജിവാഹനവുമായി ബന്ധപ്പെട്ടാണ്. കണ്ഠരര് മോഹനര് ഇപ്പോൾ അവിടേക്ക് വരുന്നില്ല. കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടു എന്നതിൻ്റെ ആ സൂചനകളിലേക്ക് വന്നിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ റോഥം ജ്വല്ലറിയിലെ അതിൻ്റെ ഉടമ ഗോവർദ്ധൻ്റെ വീട്ടിലും അതുപോലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിലും അവിടെ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതേ റോഥം ജ്വല്ലറിയിലെ ഗോവർദ്ധൻ്റെ വീട്ടിലാണ് 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം അത് 6 വർഷത്തിന് ശേഷം അന്വേഷണ സംഘം കണ്ടെത്തുന്നതും എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ഉറപ്പായും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ മൊഴിയെടുക്കൽ എന്നുള്ളത് ഇപ്പോൾ പ്രാഥമികമായി മാത്രം നടന്നതാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ വിശദീകരണം വേണ്ടിവരും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ വാജിവാഹനം എങ്ങനെ തന്ത്രിയുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അന്ന് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി, ദേവസ്വം ബോർഡിന്റെ ഉത്തരവോടുകൂടിയാണ് വാജിവാഹനം കൊടുത്തിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ആ ദേവസ്വം ബോർഡിന് അത് തിരിച്ചെടുക്കാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിവാദം ഉയർന്ന ഘട്ടത്തിലാണ് ഉടനടി ഈ വാജിവാഹനം തിരിച്ചെടുക്കണം എന്ന അപേക്ഷ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഈ വിവാദമുയർന്ന സാഹചര്യത്തിൽ അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അത് എക്സിക്യൂട്ടീവ് ഓഫീസർ തീരുമാനത്തിന് മാറുന്നതും പിന്നീട് അത് കോടതിയിലേക്ക് മാറുകയും ചെയ്യുന്നത്. തീർന്നില്ല അരുൺ, നേരത്തെ ഈ പറയുന്ന വാജിവാഹനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഷ്ടദിക്പാലകർ എവിടെ എന്ന ചോദ്യത്തിന് കൂടി മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. വലിയ പുരാതന മൂല്യമുള്ളതാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള സാധനമായിട്ടാണോ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത്? നേരത്തെ അരുൺ വിശദീകരിച്ചതുപോലെ ഈ വാജിവാഹനമായി കയ്യിൽ വെക്കാനുള്ള അധികാരം അത് തന്ത്രിക്കില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ആ രീതിയിലേക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നു. തന്ത്രിമാർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലേക്ക് അന്വേഷണം പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്ന അവരുടെ മൊഴിയെടുത്തു. എല്ലാ വശങ്ങളും പരിശോധിക്കട്ടെ ടി വി പ്രസാദ്. ഒരു തരത്തിലുള്ള സംശയവും ഇതിൽ ബാക്കി ഉണ്ടാവാതിരിക്കട്ടെ. സമഗ്രമായ അന്വേഷണമാണ് SET നടത്തുന്നത്. കാരണം ഭക്തരുടെ വികാരമാണല്ലോ മുറിവേൽക്കുന്നത്. അവിടെ അയ്യന്റെ പൊന്ന് കട്ടത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ.